ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് സോഷ്യൽ സയൻസ് ക്ലാസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന ഹിസ്റ്ററിയിലെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, നൗ വി സ്റ്റാർട്ടഡ് എ ന്യൂ ചാപ്റ്റർ ഇൻ ജോഗ്രഫി. സിക്സ്ത് ചാപ്റ്റർ, ഐസ് ഇൻ ദി സ്കൈ ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, പുതിയൊരു ചാപ്റ്റർ ആണ്. സെക്കൻഡ് പാർട്ടിലാണ് ഈ ഒരു ചാപ്റ്റർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നോക്കൂ, നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത് ഡാറ്റ കളക്ഷൻ ആണ്. നമ്മൾ എന്തെല്ലാമാണ് ഡാറ്റ കളക്ഷൻ യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇതിന്റെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടോപ്പോ ഷീറ്റിനെ പറ്റിയിട്ടാണ് പഠിച്ചത് അല്ലെ? നിങ്ങൾ ഓർക്കുന്നില്ലേ? ടോപ്പോഗ്രാഫിക്കൽ മാപ്സിനെ പറ്റിയിട്ട് സർവേ കണ്ടക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ടോപ്പോ ഷീറ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഡാറ്റ കളക്ഷൻ ആണ്. ഓക്കെ, 19th സെഞ്ചുറിയിൽ ഫോട്ടോഗ്രാഫി വന്നതോട് കൂടിയിട്ട് ഡാറ്റ കളക്ഷനിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടായത്. ഓക്കെ, ഫോട്ടോഗ്രാഫി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഡാറ്റ കളക്ട് ചെയ്യാം. നമുക്ക് ലാൻഡിന്റെ ആണോ ഡാറ്റ വേണ്ടത്, അതെന്താണ് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. ഓക്കെ, 1960ലാണ് സാറ്റലൈറ്റുകളൊക്കെ നമ്മൾ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. 1960ലാണ് ആദ്യമായിട്ട് നമ്മൾ സാറ്റലൈറ്റുകൾ, ഉപഗ്രഹങ്ങൾ യൂസ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ചത്. ഓക്കെ, ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമറകൾ ഉപയോഗിക്കാറുണ്ട്. ഡിഫറെന്റ് സ്കാനേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റിമോട്ട് സെൻസിങ് ആണ്. ഓക്കെ, റിമോട്ട് സെൻസിങ്. വാട്ട് ഈസ് റിമോട്ട് സെൻസിങ്? It is a method of collecting information about an object, place, or phenomenon without actual physical contact. Okay, physical contact ഇല്ലാതെ ഏതെങ്കിലും ഒരു പ്ലേസിന്റെയോ ഒബ്ജക്റ്റിന്റെയോ ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ ഏതെങ്കിലും ഒരു പ്ലേസിന്റെയോ ഒബ്ജക്റ്റിന്റെയോ ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സെൻസേഴ്സ് ആണ്. വാട്ട് ഈസ് സെൻസേഴ്സ്? ഡിവൈസസ് യൂസ്ഡ് ഫോർ ദി ഡാറ്റ കളക്ഷൻ ഇൻ റിമോട്ട് സെൻസിങ് ആർ കാൾഡ് സെൻസേഴ്സ്. അതായത് ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് റിമോട്ട് സെൻസിങ്ങില്, ഓക്കെ, ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് റിമോട്ട് സെൻസിങ്ങില് യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ ഉണ്ട്. ഓക്കെ, അതായത് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് റിമോട്ട് സെൻസിങ്. ഓക്കെ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാമറാസ്, സ്കാനേഴ്സ് ആർ സെൻസേഴ്സ്. അതായത് ക്യാമറ യൂസ് ചെയ്തിട്ടും സ്കാനേഴ്സ് യൂസ് ചെയ്തിട്ടൊക്കെ അതൊക്കെ ഡിവൈസുകളാണ്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് റിമോട്ട് സെൻസിങ് വഴി നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ സെൻസേഴ്സ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്? ദ സെൻസേഴ്സ് റെക്കോർഡ് ദ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ റിഫ്ലക്റ്റഡ് ബൈ ഒബ്ജക്റ്റ്. നമുക്കിപ്പോ ഒരു ഒബ്ജക്റ്റിന്റെ ഡാറ്റ കളക്ഷൻ ആണ് വേണ്ടത്. നമ്മൾ റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തു, ക്യാമറ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ പിക്ചേഴ്സ് എടുക്കും അല്ലെ? ക്യാമറയിൽ എന്താ കിട്ടുന്നത്? ആ ഒരു ഒബ്ജക്റ്റ് പുറത്തു വിടുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ് ഈ ക്യാമറ സ്വീകരിക്കുന്നത്, അത് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, സെൻസേഴ്സ് അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് ഏത് ഭാഗത്തിന്റെ ആണോ ഡാറ്റ വേണ്ടത്, അത് പുറത്തു വിടുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ സെൻസേഴ്സ് റെക്കോർഡ് ചെയ്ത് വെക്കും. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ ഒരു ഒബ്ജക്റ്റിന്റെയോ പ്ലേസിന്റെയോ ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന റിമോട്ട് സെൻസിങ്ങിൽ യൂസ് ചെയ്യുന്ന ഡിവൈസുകളെയാണ് നമ്മൾ സെൻസേഴ്സ് എന്ന് പറയുന്നത്. ക്യാമറ, സ്കാനേഴ്സ് ആർ സെൻസേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, പ്ലാറ്റ്ഫോം. ദ കാരിയർ ഓൺ വിച്ച് സെൻസേഴ്സ് ആർ ഫിക്സ്ഡ് ഈസ് കാൾഡ് പ്ലാറ്റ്ഫോം. ഓക്കെ, അതായത് നോക്കൂ, സെൻസേഴ്സ് എവിടെയാണ് ഘടിപ്പിക്കുന്നത്? ഓക്കെ, അതായത് സെൻസേഴ്സ്
ഘടിപ്പിച്ചിട്ടുള്ള കാരിയറിനെ, ഈ ക്യാമറ ഒക്കെ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യണമല്ലോ, ആ ഫിറ്റ് ചെയ്യുന്ന എന്താണ് ആ ഒരു കാരിയറിനെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, സെൻസേഴ്സ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ഓൺ ബലൂൺസ്, എയർക്രാഫ്റ്റ്സ് ആൻഡ് സാറ്റലൈറ്റ്സ്. ഓക്കെ, അതായത് ഈ ക്യാമറകൾ ഒന്നിങ്ങനെ ബലൂൺസിൽ എന്താണ് നമ്മൾ ഫിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൽ ഫിറ്റ് ചെയ്യും, അല്ലെങ്കിൽ സാറ്റലൈറ്റുകളിൽ എന്താണ് നമ്മൾ ഈ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒബ്ജക്റ്റിന്റെയോ പ്ലേസിന്റെയോ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ സെൻസേഴ്സ് ഫിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കാരിയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാറ്റ്ഫോം എവിടെയാണോ ഈ സെൻസേഴ്സ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് നമ്മളുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോം ചിലപ്പോൾ നമ്മളുടെ എയർക്രാഫ്റ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് സാറ്റലൈറ്റ്സോ ബലൂൺസോ ആയിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ദി റിമോട്ട് സെൻസിങ് ആണ്. ഓക്കെ, റിമോട്ട് സെൻസിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 2 മെത്തേഡ്സിൽ നമ്മൾ എന്താണ് റിമോട്ട് സെൻസിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ദി സോഴ്സ് ഓഫ് എനർജി, റിമോട്ട് സെൻസിങ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 2: പാസീവ് റിമോട്ട് സെൻസിങ് ആൻഡ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. ഓക്കെ, സോഴ്സ് ഓഫ് എനർജിയുടെ ബേസിൽ നമ്മൾ റിമോട്ട് സെൻസിങ്ങിനെ പാസീവ് റിമോട്ട് സെൻസിങ് എന്നും ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാസീവ് റിമോട്ട് സെൻസിങ് ആണ്. റിമോട്ട് സെൻസിങ് ഈസ് ക്യാരിഡ് ഔട്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സോളാർ എനർജി നോൺ ആസ് പാസീവ് റിമോട്ട് സെൻസിങ്. ഹിയർ ദ സെൻസേഴ്സ് ഡു നോട്ട് ഇമിറ്റ് എനർജി ബൈ ഇറ്റ്സെൽഫ്. അതായത് നമ്മളുടെ എന്താണ് റിമോട്ട് സെൻസിങ് എങ്ങനെയാണ് നടക്കുന്നത്, സോളാർ എനർജിയുടെ എന്താണ് ഹെൽപ്പോട് കൂടി നടക്കുന്ന റിമോട്ട് സെൻസിങ്ങിനെയാണ് നമ്മൾ പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഇവിടെ സെൻസേഴ്സ് എന്താണ് എനർജി ഇമിറ്റ് ചെയ്യുന്നില്ല. ഇവിടെ സൺ എനർജിയുടെ റിസൾട്ട് അല്ലെങ്കിൽ സൺ എനർജിയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു റിമോട്ട് സെൻസിങ് നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് റിമോട്ട് സെൻസിങ് ആണ്. റിമോട്ട് സെൻസിങ് മെയ്ഡ് വിത്ത് ദി എയ്ഡ് ഓഫ് ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജി റേഡിയേറ്റിംഗ് ഫ്രം ദി സെൻസർ ഈസ് നോൺ ആസ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങിൽ എന്താ പറയുന്നത് നോക്കൂ, അതായത് സെൻസേഴ്സ് എന്താണ് പുറത്തുവിടുന്ന ആർട്ടിഫിഷ്യൽ എനർജിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് നടക്കുന്ന റിമോട്ട് സെൻസിങ്ങിനെയാണ് നമ്മൾ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ എനർജിയാണ്. അത് ആരാണ് പുറത്തുവിടുന്നത്, ഈ സെൻസേഴ്സ് ആണ്. ഓക്കെ, പാസീവ് എന്ന് പറഞ്ഞാല് സൺ എനർജിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് നടക്കുന്ന റിമോട്ട് സെൻസിങ് ആണ്. ആക്റ്റീവ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ, അതായത് സെൻസേഴ്സ് പുറത്തുവിടുന്ന ആർട്ടിഫിഷ്യൽ എനർജിയുടെ ഹെൽപ്പോട് കൂടി നടക്കുന്ന റിമോട്ട് സെൻസിങ് ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ എനർജിയുടെ ബേസിൽ എന്താണ് റിമോട്ട് സെൻസിങ് ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ ദി പ്ലാറ്റ്ഫോം. ഓക്കെ, പ്ലാറ്റ്ഫോമിന്റെ ബേസിൽ എന്താണ് നമ്മൾ റിമോട്ട് സെൻസിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി, ദെൻ ഏരിയൽ റിമോട്ട് സെൻസിങ്, ദെൻ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി ആണ്. ഈ സ്ക്രീനിൽ കാണുന്ന പിക്ചർ നോക്കാം. ഓക്കെ, ഈ ഒരു പിക്ചർ നമ്മൾ എവിടെ വെച്ചിട്ട് എടുത്തിട്ടുള്ളത്, അതിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന എവിടെയായിരിക്കും? ഓക്കെ, എയർക്രാഫ്റ്റ്സ് ആണോ, സാറ്റലൈറ്റ് ആണോ, എവിടെയാണ് ഇതിന്റെ പ്ലാറ്റ്ഫോം വരിക? ഇതെന്താണ് ഗ്രൗണ്ടിൽ വെച്ചെടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് അല്ലെ? ഇപ്പൊ നമ്മളൊക്കെ എടുക്കുന്ന മാതിരി ഏതെങ്കിലും ഒരു റിവറിന്റെയോ എന്താണ് പിക്ചർ നമ്മൾ എന്താണ് എർത്തിൽ നിന്ന് എടുക്കും അല്ലെ? ഗ്രൗണ്ടിൽ നിന്ന് എടുത്താൽ കിട്ടുന്ന ഒരു ഫോട്ടോ ആണ് ഇപ്പൊ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്തരത്തിൽ എടുക്കുന്ന ഫോട്ടോസിനെയാണ് നമ്മൾ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എവിടെയാണ്? ഗ്രൗണ്ട് ആണ്. ഓക്കെ, the method of obtaining the Earth's photography using cameras from the ground is known as terrestrial photography. അതായത് നമ്മൾ എന്താണ് ഏതെങ്കിലും എന്താണ് ഒബ്ജക്റ്റിന്റെയോ പ്ലേസിന്റെയോ പിക്ചർ എന്താണ് നമ്മളുടെ എർത്ത് ഗ്രൗണ്ടിൽ നിന്ന് എടുക്കുന്നതിനെ
ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏരിയൽ റിമോട്ട് സെൻസിങ് ആണ്. ഓക്കെ, ഏരിയൽ റിമോട്ട് സെൻസിങ്, the method of obtaining photographs of the Earth's surface continuously from the sky by using cameras mounted on aircrafts is known as aerial remote sensing. എന്താന്ന് മനസ്സിലായോ? ഈ ഒരു പിക്ചർ നോക്കൂ, സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള അത് കുറച്ച് ഹൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള പിക്ചറാണ് അല്ലെ, കുറച്ച് എന്താണ് ഹൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള പിക്ചറാണ്. ഇങ്ങനെയുള്ള പിക്ചർ നമ്മൾ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എയർക്രാഫ്റ്റ്സ് ആണ്, വിമാനങ്ങളാണ് ഇതെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്താണ് എർത്ത് സർഫേസിന്റെ ഫോട്ടോസ് ഇങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആകാശത്ത് കൂടെ എയർക്രാഫ്റ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എർത്ത് സർഫേസിന്റെ ഫോട്ടോസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഇവിടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എയർക്രാഫ്റ്റ്സ് ആണ്. ഓക്കെ, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ആണ്. ഓക്കെ, ഈ ഒരു പിക്ചർ നോക്കൂ, സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വളരെ ഹൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള എർത്ത് സർഫേസിന്റെ പിക്ചറാണ്. വളരെ ഹൈറ്റിൽ നിന്നിട്ടാണ് ഈ ഒരു പിക്ചർ എടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഈ ഒരു പേരിൽ തന്നെ ഉണ്ട് എന്താണ് അതിന്റെ പ്ലാറ്റ്ഫോം എന്നത്. എന്താണ് അതിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്? സാറ്റലൈറ്റ് ആണ് അല്ലെ, സാറ്റലൈറ്റ് ആണ്. ഓക്കെ, ഈ ഒരു പിക്ചർ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് സാറ്റലൈറ്റ് ആണ്. അതിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ആണ്. ഓക്കെ, ദ പ്രോസസ് ഓഫ് ഗാദറിംഗ് ഇൻഫർമേഷൻ യൂസിംഗ് ദി സെൻസേഴ്സ് ഇൻസ്റ്റാൾഡ് ഇൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഈസ് നോൺ ആസ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. അതായത് നമ്മുടെ ക്യാമറാസ് ഒക്കെ സാറ്റലൈറ്റില് ഫിക്സ് ചെയ്യും. ക്യാമറ എന്ന് പറയുന്നത് സെൻസർ ആണ്, ഇവിടെ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ആണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്ന ആ ഒരു റിമോട്ട് സെൻസിങ്ങിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി, ഏരിയൽ റിമോട്ട് സെൻസിങ്, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. ഓക്കെ, ഓരോന്നിന്റെ പേരിൽ തന്നെ അതിന്റെ പ്ലാറ്റ്ഫോം എന്താണെന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏരിയൽ റിമോട്ട് സെൻസിങ് ആണ്. ഓക്കെ, ഏരിയൽ റിമോട്ട് സെൻസിങ്. ഏരിയൽ റിമോട്ട് സെൻസിങ് അതായത് എയർക്രാഫ്റ്റ് യൂസ് ചെയ്തിട്ട് നടത്തുന്ന റിമോട്ട് സെൻസിങ്ങിനെയാണ് നമ്മൾ ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അതിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഏരിയൽ റിമോട്ട് സെൻസിങ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇറ്റ് ഈസ് എ റിമോട്ട് സെൻസിങ് യൂസിങ് എയർക്രാഫ്റ്റ്സ് അല്ലെ, എയർക്രാഫ്റ്റ്സ് യൂസ് ചെയ്തിട്ട് നടത്തുന്ന റിമോട്ട് സെൻസിങ് ആണ് ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഏരിയൽ റിമോട്ട് സെൻസിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് ഏരിയൽ റിമോട്ട് സെൻസിങ്. ഫസ്റ്റ് വൺ, aerial remote sensing is generally used to gather information about comparatively smaller areas. ഓക്കെ, അതായത് ഒരു സ്മാളർ ഏരിയയുടെ വിവരം അല്ലെ, ഒരു സ്മാളർ ഏരിയയുടെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ കളക്ഷൻ മെത്തേഡാണ് ഏരിയ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി ഒരു സ്മാളർ പ്ലേസിന്റെയോ ഒബ്ജക്റ്റിന്റെയോ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഏരിയൽ റിമോട്ട് സെൻസിങ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് the area remote sensing is that information of any region can be gathered in accordance with our requirements. ഇപ്പൊ നമ്മൾ സാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സാറ്റലൈറ്റുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ചെറിയ ഒരു സ്പെസിഫിക് പീരിയഡിൽ മാത്രമാണ് നമുക്ക് വേണ്ട സ്ഥലത്ത് എത്തുള്ളൂ. സാറ്റലൈറ്റ് ഇങ്ങനെ കറങ്ങും, എർത്തും കറങ്ങുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ കറങ്ങി റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു പ്ലേസിന്റെയോ ഒരു ഒബ്ജക്റ്റിന്റെയോ എടുത്തെത്തുന്നത് ചില പെർട്ടിക്കുലർ ടൈംസിൽ മാത്രമായിരിക്കും. എന്നാൽ എയർക്രാഫ്റ്റ്സ് അങ്ങനെയല്ല. ഏരിയ റിമോട്ട് സെൻസിംഗിൽ നമുക്ക് എപ്പോഴാണോ നമുക്കൊരു പ്ലേസിന്റെയോ ഒരു ഒബ്ജക്റ്റിന്റെയോ പിക്ചർ വേണ്ടത് ആ ഒരു ടൈമിൽ തന്നെ നമുക്കത് എടുക്കാൻ പറ്റും
അല്ലെ? അത് ഇങ്ങോട്ടും എന്താണ് എയർക്രാഫ്റ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ള റിക്വയർമെന്റ്സ് യൂസ് ചെയ്തിട്ട് എന്താണ് പെട്ടെന്ന് നമുക്ക് ഫോട്ടോസ് എന്താണ് എടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ അപ്പൊ ഈ ഒരു 2 പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. അതായത് കമ്പാരിറ്റീവ്ലി സ്മാളർ ഏരിയയുടെ ഫോട്ടോസ് എടുക്കാൻ വളരെ ഹെൽപ്ഫുൾ ആണ് ഏരിയ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഉള്ള റിക്വയർമെന്റ്സ് യൂസ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് എന്താണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫോട്ടോസ് ഏരിയ റിമോട്ട് സെൻസിങ് വഴി എന്താണ് ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാം. ദെൻ another merit of this method is that continuous pictures of the areas along the path of aircrafts are made available. അതായത് എന്താണ് നമുക്ക് എടുക്കേണ്ട ഭാഗത്തെ ഒബ്ജക്റ്റിന്റെയോ ടെറൈന്റെയോ എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള പിക്ചേഴ്സ് എന്താണ് നമുക്ക് ഏരിയ റിമോട്ട് സെൻസിങ്ങിലൂടെ അവൈലബിൾ ആവും. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും ഈ ഒരു ഏരിയ റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഏരിയ റിമോട്ട് സെൻസിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏരിയൽ റിമോട്ട് സെൻസിങ്ങിന്റെ അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇതിലെ തന്നെ നെക്സ്റ്റ് ടോപ്പിക് കവർ ചെയ്യാനുള്ള നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഓവർലാപ്പ് ആണ്. ഓവർലാപ്പ് സ്ക്രീനിലുള്ള ഒരു പിക്ചർ നോക്കുക. ഇത് എന്താണ് ഏരിയ റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഒരു പിക്ചർ ആണ്. ഓക്കെ, അതില് എ ബി സി എന്നിങ്ങനെ എന്താണ് 3 ഫോട്ടോഗ്രാഫി കൊടുത്തിട്ടുണ്ട്, 3 ഇമേജസ് കൊടുത്തിട്ടുണ്ട്. അതിലെ നമുക്ക് ബി എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫ്സിൽ എന്താണ് എ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫിയുടെ 60% എന്താണ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പിക്ചർ ശ്രദ്ധിച്ചു നോക്കുക. എ എന്ന് പറയുന്ന ഇമാജിന്റെ 60% ബി എന്ന് പറയുന്ന ഇമാജിൽ എന്താണ് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ സി എന്ന് പറയുന്ന ഇമാജ് നോക്കൂ. അതിൽ എ എന്ന് പറയുന്ന എന്താണ് ഇമാജിന്റെ 20%, ബി എന്ന് പറയുന്ന ഇമാജിന്റെ 40%, ടോട്ടൽ 60% എന്താണ് പ്രീവിയസ് ഇമാജസിന്റെ എന്താണ് ഭാഗങ്ങളാണ് നമുക്ക് സി എന്ന് പറയുന്ന ഈ ഒരു ഫോട്ടോഗ്രാഫില് കാണാൻ പറ്റുക. ഓക്കെ, അതായത് നമ്മള് ഈ ഒരു എയർക്രാഫ്റ്റ്സ് യൂസ് ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കുമ്പോൾ ആദ്യം എടുത്ത ഫോട്ടോയുടെ 60% രണ്ടാമത് എടുക്കുന്ന ഫോട്ടോയിൽ എന്താണ് വരും. അതുപോലെ തന്നെ മൂന്നാമത് എടുക്കുന്ന ഫോട്ടോയില് അത് രണ്ടാമത്തെ പിക്ചറിന്റെ 60% എന്താണ് റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇതിനെയാണ് നമ്മള് ഏരിയ റിമോട്ട് സെൻസിങ്ങിലെ ഓവർലാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഓവർലാപ്പ് എന്ന് പറയുന്നത്. In each aerial photograph, nearly 60% of places depicted in the adjacent photo is included. This is called overlap in aerial photograph. അതായത് ഓരോ ഏരിയൽ ഫോട്ടോഗ്രാഫിലും മുൻ ഫോട്ടോഗ്രാഫിലെ 60% റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഓവർലാപ്പ് എന്ന് പറയുക. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കുഞ്ഞു ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റീരിയോ പെയർ ആണ്. സ്റ്റീരിയോ പെയർ. ഓക്കെ, the two such photographs of adjoining areas with overlaps are called a stereo pair. അതായത് ഓവർലാപ്പോട് കൂടിയിട്ടുള്ള അടുത്ത് കിടക്കുന്ന 2 ഫോട്ടോഗ്രാഫ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നത്. ഇവിടെ എ എന്ന് പറയുന്ന ഇമാജും ബി എന്ന് പറയുന്ന ഇമാജ് എന്താണ് സ്റ്റീരിയോ പെയർ ആണ്. പക്ഷെ എയും സി എന്താണ് സ്റ്റീരിയോ പെയർ അല്ല. ഓക്കെ, സ്റ്റീരിയോ പെയർ എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ അഡ്ജോയിനിങ് ആയിരിക്കണം. ഓക്കെ, അതായത് പിക്ചേഴ്സ് തമ്മിൽ എന്താണ് വളരെ അടുത്ത് വരണം. ഓക്കെ, തൊട്ടടുത്ത് കിടക്കുന്ന ഓവർലാപ്പോട് കൂടിയിട്ടുള്ള പിക്ചേഴ്സിനെ മാത്രമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നത്. ഓക്കെ, എ എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും സ്റ്റീരിയോ പെയർ അല്ല. കാരണം എന്താണ് അവ അഡ്ജോയിനിങ് അല്ല, തൊട്ടടുത്ത് വരുന്നത് അല്ല. ഓക്കെ, അഡ്ജസന്റ് ആയിട്ട് വരുന്നില്ല. എന്നാൽ എയും ബിയും എന്താണ് സ്റ്റീരിയോ പെയേഴ്സ് ആണ്. അതുപോലെ തന്നെ ബിയും സി എന്താണ് സ്റ്റീരിയോ പെയർ ആണ്. ഓക്കെ ഓക്കെ ഇനി ഈ സ്ക്രീനിൽ കാണുന്ന പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഒരു പെൺകുട്ടി എന്താണ് ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ട് സ്റ്റീരിയോ പെയർ ഒബ്സർവ് ചെയ്യാണ് അല്ലെ. അതായത് ഏരിയ റിമോട്ട് സെൻസിങ്ങിലൂടെ കിട്ടിയിട്ടുള്ള
ഓവർലാപ്പോട് കൂടിയിട്ടുള്ള സ്റ്റീരിയോ പെയർ ആ കുട്ടി ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് ഒബ്സർവ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഇൻസ്ട്രുമെന്റ് ഈസ് നോൺ ആസ് കാൾഡ് സ്റ്റീരിയോസ്കോപ്പ്. ഓക്കെ, ഈ ഒരു ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ സ്റ്റീരിയോസ്കോപ്പ് എന്ന് വിളിക്കുന്നത്. ഇതെന്താണ്? ഈ സ്റ്റീരിയോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് 3 ഡയമെൻഷണൽ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്റ്റീരിയോ പെയേഴ്സിൽ നിന്നും 3 ഡയമെൻഷണൽ വ്യൂ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് സ്റ്റീരിയോ പെയേഴ്സിൽ നിന്നും നമുക്ക് എന്താണ് 3 ഡയമെൻഷണൽ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീരിയോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റീരിയോസ്കോപ്പി ഈസ് instrument used to obtain the 3-dimensional view from stereo pairs. ഓക്കെ, സ്റ്റീരിയോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ 3 ഡയമെൻഷണൽ വ്യൂനെയാണ് നമ്മൾ സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് പറയുന്നത്. സ്റ്റീരിയോസ്കോപ്പിലൂടെ നമുക്ക് കിട്ടുന്ന 3 ഡയമെൻഷണൽ വ്യൂനെയാണ് നമ്മൾ സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, the 3-dimensional view obtained is called stereoscopic vision. See students, overlap, stereo pair, സ്റ്റീരിയോസ്കോപ്പ്, സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ തുടങ്ങിയിട്ടുള്ള കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഡീമെറിറ്റ്സ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് ഏരിയൽ റിമോട്ട് സെൻസിങ്. ഏരിയൽ റിമോട്ട് സെൻസിങ്ങിന്റെ ലിമിറ്റേഷൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ഷേക്കിംഗ് ഓഫ് എയർക്രാഫ്റ്റ്സ് അഫക്ട്സ് ദ ക്വാളിറ്റി ഓഫ് ഫോട്ടോസ്. അതായത് എയർക്രാഫ്റ്റ്സ് എന്താണ്, വിമാനം ഇങ്ങനെ എന്താണ് ഷെയ്ക്ക് ചെയ്യും അല്ലെ, ആ ഒരു സമയത്ത് എന്താണ് എടുക്കുന്ന ഫോട്ടോസിന് എന്ത് കുറവായിരിക്കും, ക്വാളിറ്റി കുറവായിരിക്കും. ഓക്കെ, അത് അതിന്റെ ഫസ്റ്റ് ഡിമെറിറ്റ് ആണ്. ദെൻ aircrafts require open space for take off and landing. സി, അതുപോലെ തന്നെ ഈ എയർക്രാഫ്റ്റ്സിന് എന്താണ് നമ്മളുടെ ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡിങ്ങിന് എന്താണ് വളരെ വലിയൊരു സ്പേസ് ആവശ്യമാണ്. ഓക്കെ, നല്ലൊരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും ഒക്കെ ഈ എയർക്രാഫ്റ്റ്സിന് പറ്റുള്ളൂ. അത് അതിന്റെ എന്താണ് ലിമിറ്റേഷൻ ആണ്. ഓക്കെ, and third one, it is not practical to take photographs of regions that are vast and extensive. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു ഏരിയ റിമോട്ട് സെൻസിങ് ഈസ് യൂസ്ഡ് ടു കളക്ട് ദി ഇൻഫർമേഷൻ ഓഫ് എ സ്മാളർ ഏരിയ അല്ലെ. ഒരു സ്മാളർ ഏരിയയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഏരിയ റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാസ്റ്റ് ഏരിയ, എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഏരിയാസിന്റെ ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ ഈ ഒരു ഏരിയ റിമോട്ട് സെൻസിങ് കൊണ്ട് നമുക്ക് എന്താണ് നടക്കില്ല. അത് അതിന്റെ എന്താണ് ഡിമെറിറ്റ്സിൽ പെടുന്ന, ലിമിറ്റേഷനിൽ പെടുന്ന ഒരു ഫാക്ടറാണ്. ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാൻഡിംഗ് ദി എയർക്രാഫ്റ്റ്സ് ഫ്രീക്വന്റ്ലി ഫോർ റീഫ്യൂലിംഗ് ഇൻക്രീസസ് ദി കോസ്റ്റ്. അതുപോലെ തന്നെ എന്താണ് എയർക്രാഫ്റ്റ്സിന് എന്താണ് ഫ്യൂൽ ആവശ്യമാണ്, ഇന്ധനം ആവശ്യമാണ്. റീഫ്യൂലിംഗ് ചെയ്യാനൊക്കെ എന്താണ് ഭയങ്കര കോസ്റ്റ് ആണ്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. അത് എന്താണ് ഈ ഒരു ഏരിയ റിമോട്ട് സെൻസിങ്ങിന്റെ ലിമിറ്റേഷൻസിൽ പെടുന്നു. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിമോട്ട് സെൻസിങ്ങിനെ പറ്റിയിട്ടാണ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ്, ഓൺ ദി ബേസിസ് ഓഫ് എനർജി remote sensing is classified into 2, passive and active. Then on the basis of the platform, remote sensing is classified into 3, terrestrial remote sensing, then area remote sensing, and last one satellite remote sensing. And we discuss some concept. First one എന്ന് പറയുന്നത് എന്തായിരുന്നു, overlap, then stereo pairs, stereoscope, stereoscopic vision, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മളുടെ ഈ ഒരു ഏരിയ റിമോട്ട് സെൻസിങ്ങിന്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഡിമെറിറ്റ്സ്. ഓക്കെ, ഇത്രയും എന്താണ് ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കുക. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓവർലാപ്സ് നിങ്ങൾ എന്താണ് നന്നായി മനസ്സിലാക്കുക. അതായത് ഓരോ ഏരിയൽ ഫോട്ടോഗ്രാഫ്സിലും പ്രീവിയസ് ഫോട്ടോയുടെ 60% റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, അതിനെയാണ് ഓവർലാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റീരിയോ പെയർ എന്ന് പറഞ്ഞാൽ ഓവർലാപ്പോട് കൂടിയിട്ടുള്ള അഡ്ജോയിനിങ് ആയിട്ടുള്ള അടുത്ത് കിടക്കുന്ന എന്താണ് ഏരിയൽ ഫോട്ടോഗ്രാഫ്സിനെയാണ് നമ്മൾ സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നത്.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. താങ്ക്